കഫേ. കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ. മലയാള ഭാഷയും മലയാളിയുടെ ഭാവനയും അത്രയും കൃതജ്ഞതാഭരിതമാകേണ്ടതുണ്ട് പി ഭാസ്കരൻ എന്ന ബഹുമുഖ പ്രതിഭയുടെ മുന്നിൽ. പി ഭാസ്കരന്റെ ജന്മദിനത്തിൽ ഇതാ ഇങ്ങനെയൊരു ആദരം. അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ള വിഷയങ്ങൾ, ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ജീവിതസ്പർശിയായ വിഷയങ്ങൾ എല്ലാം, അത് ഏത് പ്രണയമായാലും അത് വിപ്ലവമായാലും മലയാളിക്ക് മാറ്റിവെക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് വളരെ വിസ്തൃതമായൊരു ലോകമായതുകൊണ്ട് അതിനെ ഒരു ചെറിയ സമയം കൊണ്ട് അതിനെ നമുക്ക് സമീപിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഒരു പടത്തിൻ്റെ, ഒരു സിനിമയുടെ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ചില കാര്യങ്ങൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. പി ഭാസ്കരന്റെ ഗാനസാകല്യത്തിന്റെ പൊതു സ്വഭാവങ്ങളെ ഒരു സിനിമയിൽ നിന്നുള്ള ഗാനങ്ങളെ മുൻനിർത്തി അപഗ്രഥിക്കാൻ ശ്രമിക്കുകയാണ് ഗായകനും സാംസ്കാരിക പ്രവർത്തകനുമായ വി ടി മുരളി. 1970 സഞ്ജയ് പ്രൊഡക്ഷൻസ് നിർമ്മിച്ച തുറക്കാത്ത വാതിൽ എന്ന സിനിമയിലെ പാട്ടുകളെക്കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും അറിയാം, അത് കെ ടി മുഹമ്മദിൻ്റെ രചനയാണെന്ന് എല്ലാവർക്കും അറിയാം. ഭാസ്കരൻ മാസ്റ്ററുടെ പാട്ടുകളാണ്, കെ രാഘവൻ മാസ്റ്ററുടെ സംഗീതമാണ്. ഭാസ്കരൻ മാസ്റ്റർ തന്നെയാണ് ആ പടം സംവിധാനം ചെയ്തിട്ടുള്ളത്. കിനാവില് എന്തൊക്കെ കാണും? ഇഷ്ടമുള്ളതൊക്കെ കാണും, ഇഷ്ടമുള്ളവരെയും കാണും. അപ്പോ സുലേഖാന്റെ ഇഷ്ടപ്പെട്ടവനാരും? അന്ധവിശ്വാസങ്ങളെ വിശ്വാസങ്ങളാക്കി കൊണ്ടു നടക്കുന്ന മതത്തിലെ ചില പ്രശ്നങ്ങളെ, അതിൻ്റെ മനുഷ്യത്വരഹിതമായ വശങ്ങളെ ആണ് കേട്ടി തുറന്നു കാണിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പല പടങ്ങളിലും അത് തന്നെയാണ് ഉള്ളത്. നാടകങ്ങൾ ഒരുപാടുണ്ട്, കാഫർ പോലുള്ള നാടകങ്ങൾ, അതുപോലെ പിന്നെ ഇത് ഭൂമിയാണ് പോലുള്ള നാടകങ്ങളിലൊക്കെ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് ഈ വിഷയം തന്നെയാണ്. നവയുഗ പ്രകാശമേ, സാഹോദര്യ പ്രഭാതമേ, ഉദയാരുണ കിരണമേ, വന്നാലും. തുറക്കാത്ത വാതിൽ എന്ന സിനിമയിൽ 5 പാട്ടുകളുണ്ട്. വളരെ പ്രശസ്തമായ പാട്ടുകളാണ് എല്ലാം. അതിൽ ഒരു പാട്ട് മാത്രമാണ് അത് പടത്തിൻ്റെ മൊത്തം ആശയം പറയുന്നൊരു പാട്ട്. അതാണ് നവയുഗ പ്രകാശമേ, സാഹോദര്യ പ്രഭാതമേ, ഉദയാരുണ കിരണമേ, വന്നാലും വന്നാലും. എന്നിട്ട് പറയണം, മനുഷ്യൻ്റെ മനസ്സിന് മോചനം നൽകാൻ തുറക്കാത്ത വാതിലുകൾ തുറക്കൂ എന്ന് പറയണം. അത് ഒരാശയമാണ് അത് പറയുന്നത്. കാരണം നമ്മൾ ഈ മതത്തിൻ്റെതായാലും നമ്മൾ ജീവിതത്തിൻ്റെതായാലും എല്ലാ പല ആശയങ്ങളും വന്ന് പ്രവാചകന്മാർ വന്നു, അങ്ങനെ പലതും വന്നിട്ട് എല്ലാ വാതിലുകളും തുറന്നു വെച്ചിരിക്കുകയാണ്. അത് വീണ്ടും അടക്കരുതേ എന്നാണ് അദ്ദേഹം ഈ പാട്ടിൽ പറയുന്നത്. അറിവിൻ മുന്നിൽ, വെളിച്ചത്തിന് മുന്നിൽ അടയാതിരിക്കട്ടെ വാതിലുകൾ എന്നാണ്. നമ്മൾ വീണ്ടും പുതിയ കാലഘട്ടത്തിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ വീണ്ടും ഈ വാതിലുകളെല്ലാം മനുഷ്യൻ്റെ മുമ്പിൽ, മനുഷ്യൻ്റെ മനസ്സിന് മുമ്പിൽ ഇതെല്ലാം പിന്നീട് അടക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഭാസ്കരൻ മാസ്റ്റർ പറയുന്നു. ഉന്നത ചിന്തതൻ ഉത്തുംഗ ശൃംഗത്തിൽ വെന്നിക്കൊടി നാട്ടി മനുഷ്യൻ, വിണ്ണിൽ വളർത്തിയ മധുപുഷ്പവനത്തിൽ വിഷവൃക്ഷം നടുന്നതും മനുഷ്യൻ, വിഷവൃക്ഷം നടുന്നതും മനുഷ്യൻ. ഈ മധുപുഷ്പവനത്തിൽ വിഷവൃക്ഷം നടുന്നതും മനുഷ്യൻ തന്നെയാണ് എന്ന് പറയാണ്. അപ്പോൾ ഇത് 12 വരികൾക്കുള്ളിൽ ഒരു വലിയ ആശയപ്രപഞ്ചത്തെ ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുകയാണ് ഭാസ്കരൻ മാസ്റ്റർ. നമ്മളിലേക്ക് ആ പാട്ടിലൂടെ ഈ ആശയങ്ങളാണ് പകർന്നു തരാൻ ശ്രമിക്കുന്നത്. ഒരു സിനിമയ്ക്ക് മൊത്തം പറയാൻ ചില കാര്യങ്ങളുണ്ട്. അത് കഥാപാത്രങ്ങളിലൂടെയും കഥയിലൂടെയും അതിൻ്റെ മറ്റ് ആവിഷ്കാരങ്ങളിലൂടെയും അത് പറയുകയാണ് ചെയ്യുന്നത് ഈ സംവിധായകൻ. അല്ലെങ്കിൽ ഒരു സന്ദേശവാഹകനായി മാറുകയാണ് അവിടെ പാട്ട് ചെയ്യുന്നത്. വളരെ പ്രശസ്തമായ ഒരു പാട്ടാണ് നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു 4 കാലോലപ്പുരയുണ്ട്,
നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അതൊരു മാപ്പിളപ്പാട്ടിൻ്റെ രീതിയിലാണ്, ഇശലിലാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഭാസ്കര മാസ്റ്റർ തന്നെ ഈ കാത്തിരിപ്പിനെ പല സന്ദർഭങ്ങളിലും പല രീതിയിൽ പല സംസ്കാരത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ വേറെ രീതിയിൽ പറയുന്നത്. എന്താണ്, നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണക്കളിക്കൂട് പോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്. അതായത് അവിടെ തന്നെ കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെന്നുള്ളതാണ്. അതിന് പറയുന്ന ബിംബങ്ങൾ ഉപയോഗിക്കുന്ന ശ്രദ്ധിച്ചു നോക്കിയാൽ തനി വടക്കേ മലബാറിലെ മുസ്ലിം പദാവലിയിൽ നിന്നാണ് ആ പദങ്ങളൊക്കെ അദ്ദേഹം തിരഞ്ഞെടുക്കുന്നത്. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട്, ചാമ്പക്ക ചുണ്ടുള്ള ചന്ദനക്കവിലുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്. അപ്പം പിന്നെ അതിൽ വേറൊരു കാര്യം എന്ന് എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ ഈ കഥാപാത്രം മദ്രാശിയിലാണ്, തൻ്റെ കാമുകൻ മദ്രാശിയിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്നത്തെ മെയിലിന് നമ്പർ 1 മെയിലിന് ഒരു ദിവസം കൊണ്ട് വൈകുന്നേരം കയറി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഇവിടെ മെയിലെത്തും. അപ്പോൾ ചെറിയ ഡിസ്റ്റൻസേ ഉള്ളൂ. പക്ഷേ നിണമണിഞ്ഞ കാൽപ്പാടുകളിലെ കഥാപാത്രം ഉത്തരേന്ത്യയിലെ പട്ടാള ക്യാമ്പിലാണ്. അപ്പോൾ അതിൽ പറയുന്നുണ്ട് മധുരക്കിനാവിൻ്റെ മായാവിമാനത്തിന് മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിവില്ലല്ലോ എന്നാണ്. വന്നപ്പോൾ അന്നൊരു വെള്ളി നിലാവുള്ള രാത്രിയിൽ കല്ലുവെട്ടാങ്കുഴിക്കക്കരെ വെച്ചെന്നോടുള്ളു തുറന്നതിൻ ശേഷമേ നാളികേരത്തിന്റെ നാട്ടിലെനിക്ക്. ഈ പാട്ടിനുള്ളിൽ തന്നെ ഒരു മാപ്പിളത്വം എന്ന് പറഞ്ഞൊരു സാധനം കൂടി ഭാസ്കര മാസ്റ്റർ നിലനിർത്തുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതിലെ പാട്ടുകളിൽ 2 പാട്ടൊഴിച്ച് ബാക്കിയെല്ലാം മാപ്പിളപ്പാട്ട് ഇശലുകളിൽ തന്നെയാണ്. അത് എങ്ങനെയാണ് വാക്കുകളിൽ നിലനിർത്തുന്നത് എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ പ്രാസഭംഗികൾ, അതിനുപയോഗിക്കുന്ന ബിംബങ്ങൾ, അതിനുപയോഗിക്കുന്ന പദാവലി ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. തുറക്കാത്ത വാതിൽ എന്ന സിനിമയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഗാനമാണ്, അല്ലെങ്കിൽ വളരെ അതിപ്രശസ്തമായ ഗാനമാണ് പാർവണേന്ദുവിൻ ദേഹമടക്കി പാതിരാവിൻ കല്ലറയിൽ കരിമുകിൽ കണ്ണീരടക്കിയടക്കി ഒരു തിരി വീണ്ടും കൊളുത്തി പാവമൊരു തിരി വീണ്ടും കൊളുത്തി. അത് ഒരു വൈകാരികാവസ്ഥയെ കൊണ്ടുവരികയാണ്. അതൊരു കഥാപാത്രം പാടുന്ന രീതിയിലല്ല, മറിച്ച് ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പാട്ടായിട്ടാണ്. അത് ഏത് മതസ്ഥനാവട്ടെ ഏത് ജാതിക്കാരനാവട്ടെ മനുഷ്യൻ്റെ മൊത്തം വൈകാരിക അവസ്ഥയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ളൊരു പാട്ടായിട്ടാണ്. കരിമുകിൽ അടക്കി ഒരു തിരി വീണ്ടും കൊളുത്തി എന്ന് പറയുമ്പോൾ കഥാപാത്രത്തിൻ്റെ മൂഡുമായിട്ടാണ് അതിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ പാട്ട് ഭാസ്കര മാസ്റ്റർ മനോഹരമായ രചനയും രാഘവ മാസ്റ്റർ അതിമനോഹരമായ സംഗീത സംവിധാനവും, യേശുദാസിൻ്റെ അതിൻ്റെ ഓർക്കസ്ട്രയൊക്കെ പറ്റി വളരെ വളരെ നമ്മൾ വളരെ ചർച്ച ചെയ്യേണ്ട, വളരെ പഠിക്കേണ്ട, വളരെ അപഗ്രഥനപരമായി പഠിക്കേണ്ട രീതിയിലാണ് അതിൻ്റെ ഓർക്കസ്ട്ര സംവിധാനമൊക്കെ ചെയ്തു വെച്ചത്. വിരഹവിധുരയാം മൂവന്തിയൊരു നവവധുവായി നാളെ മണിയറ പൂകും കടന്നു പോയൊരു കാമുകൻ തന്നുടെ കഥയറിയാതെ കാത്തിരിക്കും. പാർവണേന്ദുവിൻ ദേഹമടക്കി പാതിരാവിൻ കല്ലറയിൽ മനസ്സിനുള്ളിൽ മയക്കം കൊള്ളും മണിപ്പിറാവേ എണീറ്റാട്ടേ. നീ മദിരാശി പട്ടണത്തിൽ പോയി മടക്കത്തിൽ ഒരുത്തനെ കൊത്തിക്കൊണ്ടു പോരണം എന്നാണ്. മദിരാശി പട്ടണത്തിൽ പോയി വരണം, നീ മടക്കത്തിലൊരുത്തനെ കൊത്തിക്കൊണ്ടു പോരണം. മനസ്സിനുള്ളിൽ മയക്കം കൊള്ളും
ശുദ്ധമായ മാപ്പിളപ്പാട്ടിൻ്റെ ഈണത്തിലാണ് ഈ രാഘവ മാഷി പാട്ടുണ്ടാക്കിയിട്ടുള്ളത്. എൻ്റെ രചനയുടെ സവിശേഷത കല്ലടിക്കോടൻ മല കയറിക്കടന്ന് കള്ളവണ്ടി കയറാതെ കരനാലും കടന്ന് മുളയുന്ന പൂനിലാവിൽ പുഴ നീന്തി കടന്ന് പൂമാരനെ കൊണ്ടുപോരണം. അവരുടെ സ്വപ്നങ്ങളാണ്. പക്ഷെ അത് എത്ര അവരുടെ സംസ്കാരവുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എഴുതിയിരിക്കുന്നത് നോക്കുക. കല്ലടിക്കോടൻ മല കേറി കടന്ന് കള്ളവണ്ടി കേറാതെ കരനാലും കടന്ന് പുളരുന്ന പൂനിലാവിൻ പുഴ നീന്തി കടന്ന് പൂമാരനെ കൊണ്ട് പോരണം. മദിരാശിയിലാണ് ഇവരുടെ മാരനുള്ളത്, അല്ലെങ്കിൽ കാമുകനുള്ളത്. അപ്പോൾ അവിടെ കല്ലടിക്കോടൻ മല കയറി കടന്ന് കള്ളവണ്ടി കയറാതെ പോകണം. കള്ളവണ്ടി കയറരുത്. അന്നത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എല്ലാവരും മദ്രാസിലേക്ക് കള്ളവണ്ടി കയറി പോകും. അപ്പം അതിൻ്റെ രചനയുടെ സവിശേഷത ഇങ്ങനെ ചെറിയൊരു വാക്കുകളിൽ നമുക്ക് സൂചിപ്പിക്കാനുള്ളതല്ല. പിന്നെ മനസ്സിനുള്ളിൽ മയക്കം കൊള്ളുന്ന മണിപ്പിറാവിന്, മനസ്സിനുള്ളിൽ ഉള്ള ആ പിറാവിനോട് പറയുകയാണ്, നീ പോയിട്ട് എൻ്റെ മാരനെ കൊത്തിക്കൊണ്ടുപോരണം എന്ന് പറയുന്ന അതിൻ്റെ മൊത്തം സംസ്കാരം നമ്മൾ എടുത്തു നോക്കിയാൽ ആ പാട്ടിൻ്റെ ഉള്ളിൽ അന്തർലീനമായി കിടക്കുന്ന പാട്ടിൻ്റെ ഒരു ഈണത്തിൻ്റെ മാത്രമല്ല രചനയുടെയും എല്ലാം കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു സംസ്കാരത്തിൻ്റെ അന്തരീക്ഷത്തെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. മദിരാശി പട്ടണത്തിൽ പോയി വരണം, മെയ് മടക്കത്തിലൊരുത്തനെ കൊത്തിക്കൊണ്ടു പോരണം. മറ്റൊരു ഗാനം കടക്കണ്ണിൻ മുന കൊണ്ട് കത്തെഴുതി പോസ്റ്റ് ചെയ്യാൻ. ഇടയ്ക്കിടെ വേലിക്കൽ വരുന്ന ബീവി, നടക്കുമ്പോൾ എന്തിനാണ് ഒരു തിരിഞ്ഞു നോട്ടം, നിന്റെ പടിഞ്ഞാറൻ വീട്ടിലേക്കൊരു പരൽമീൻ ചാട്ടം. എന്താണ് ഇതെങ്ങനെയാണ് വിശദീകരിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അത്രയും പദങ്ങളുടെ ഗ്രാമ്യമായ പദങ്ങൾ കൊണ്ടുള്ള കുടമുല്ല വളപ്പിലെ കുറിഞ്ഞിത്തത്തെ, പിന്നെ കിഴക്കുന്നും വരുന്നുണ്ട് നിനക്കൊരുത്തൻ പനന്തെച്ചിപ്പൂവിൻ്റെ തുടുപ്പ് കണ്ടേ, കരിവള കിലുക്കുന്നി ഗരം ചായ കൊടുക്കുമ്പോൾ, കരിവള കിലുക്കുന്നി ഗരം ചായ കൊടുക്കുമ്പോൾ കരം വീശി അവൻ നിന്നെ പിടിക്കുമ്പോൾ പിടയും നീ കരയിലേക്ക് എടുത്തിട്ട കരിമീൻ പോലെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ പാട്ടിൻ്റെ ഒരു അന്തരീക്ഷം മൊത്തം ശ്രദ്ധിച്ചു വെക്കാം. മാത്രമല്ല പോസ്റ്റ് ചെയ്യാൻ എന്നുള്ളൊരു വാക്കിനെ, പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു പാട്ടിനുള്ളിൽ കേൾക്കുന്നൊരു വാക്കല്ല. ഒരു ഇംഗ്ലീഷ് വാക്കിനെ പാട്ടിനുള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ഇത്രയും പദങ്ങളിടയ്ക്ക് ആ പോസ്റ്റ് ചെയ്യാൻ എന്നുള്ള ഒരു വാക്ക് അടിച്ചു നിൽക്കുന്നില്ല, മറിച്ച് അത് അതിനുള്ളിൽ ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. അത് കടക്കണ്ണിൻ മുന കൊണ്ട് കത്തെഴുതി പോസ്റ്റ് ചെയ്യാൻ വരുന്ന രണ്ട് പേര് തമ്മിൽ പാടുന്ന പാട്ടാണിത്. എസ് ജാനകിയും രേണുകയും കൂടിയാണ് ഈ പാട്ട് പാടുന്നത്. അപ്പോൾ ആ പാട്ടിലൊക്കെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സംഭാഷണ രീതികൾ, അല്ലെങ്കിൽ അതിനകത്തുള്ള കുസൃതികൾ, അതിനകത്തുള്ള ശൃംഗാരത്തിൻ്റെ അന്തരീക്ഷങ്ങൾ, അതിനുള്ളിൽ എല്ലാം ഒരു പെൺകുട്ടിയുടെ മനസ്സിനെ മൊത്തം സുഹൃത്തുമായിട്ടുള്ള മറ്റൊരു പെൺകുട്ടി എങ്ങനെയാണ് കാണുന്നത്, അവർ പരസ്പരം എങ്ങനെയാണ് ഈ പാട്ടിലൂടെ സംവദിക്കുന്നത്, നമുക്ക് എന്തൊരു അത്ഭുതത്തോടു കൂടിയാണ്. ഈ പാട്ടൊന്നും വേണ്ടത്ര വാസ്തവത്തിൽ മലയാളത്തിൽ ആഘോഷിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് അത്ഭുതം തോന്നുകയാണ്. ഭാസ്കര മാസ്റ്റർ ഈ പാട്ടൊക്കെ പി. ഭാസ്കരന്റെ ഗാനരചനയുടെ പൊതു സ്വഭാവങ്ങളെ തുറക്കാത്ത വാതിൽ എന്ന ചിത്രത്തിലെ ഗാനങ്ങളെ മുൻനിർത്തി വിലയിരുത്തിയത് ഗായകനും സാംസ്കാരിക പ്രവർത്തകനുമായ വി. ടി. മുരളി. കൊടുക്കുമ്പോൾ കരം വീശിയവൻ നിന്നെ പിടിക്കുമ്പോൾ പിടയും നീ കരയിലേക്കെടുത്തിട്ട കരിമീൻ പോലെ. കടക്കണ്ണിൻ മുന കൊണ്ട് കത്തെഴുതി പോസ്റ്റ് ചെയ്യാൻ ഇടയ്ക്കിടെ വേലിക്കൽ വരുന്ന ബീവി. ആർട്ട് കഫേ, കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ.